ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി സ്വീറ്റാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്രിസ്മസിനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റാണ്. എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും വിത്തിൻ മിനിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിങ്ങാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2.5 ഗ്ലാസ് ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. പാടൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഷുഗറിന് പകരം മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്യാം. ഞാൻ വളരെ കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 1/2 ഗ്ലാസ് പാലിലോട്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 3 ഗ്ലാസ് പാലാണ് വേണ്ടത്. അതിൽ 2.5 ഗ്ലാസ്സാണ് തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത്. അതിൽ ബാക്കി 1/2 ഗ്ലാസ്സിലോട്ടാണ് കോൺഫ്ലവർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തത്. ഇനി നമ്മുടെ ഈ പാൽ നന്നായിട്ട് തിളച്ച് വരുമ്പം ഈ കോൺഫ്ലവറിൻ്റെ മിക്സും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യും. പിന്നെ വാനില എസൻസും കൂടെ ആഡ് ചെയ്യണം. അതിൻ്റെ ക്ലിപ്പ് എൻ്റെ നിന്ന് മിസ്സായി. എന്നിട്ട് നന്നായിട്ട് നല്ലൊരു കുറുകിയ കൺസിസ്റ്റൻസി ആവുന്ന വരെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വാനില എസൻസ് ആഡ് ചെയ്യാം. ഞാനിപ്പം 1 ടീസ്പൂണൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു ബൗളെടുക്കുക. അതിനകത്തോട്ടേക്ക് ഞാൻ ഡയറി മിൽക്കാണ്, 10 രൂപയുടെ ഡയറി മിൽക്കാന്ന് തോന്നുന്നു, അല്ല 40 റുപ്പീസിൻ്റെ ഡയറി മിൽക്കാന്ന് തോന്നുന്നു, അത് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് കൊക്കോ പൗഡറോ അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റോ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ എടുക്കാൻ കാരണം ഇത് ഈസിലി അവൈലബിൾ ആണ്, അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. അതിനകത്തോട്ട് നമ്മൾ കുറുകിയ മിക്സിൻ്റെ പകുതി ഭാഗം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത് നല്ല ചൂടായിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡയറി മിൽക്ക് മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ നന്നായിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് ഇളക്കുവാണെങ്കിൽ കട്ടയില്ലാതെ നമുക്ക് ആ ഡയറി മിൽക്ക് മൊത്തത്തിൽ മിക്സ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കളർ കുറവായിരിക്കും, കാരണം നമ്മൾ ഡയറി മിൽക്കല്ല ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫുൾ ബാർ എടുത്തിട്ടുണ്ട്. മധുരമൊക്കെ നോക്കി, അപ്പം ഏകദേശം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ദേ കട്ടയില്ലാതെ നമ്മൾ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ ഡയറി മിൽക്ക് നന്നായിട്ട് അതിൽ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോഫി മിക്സ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സൺറൈസിൻ്റെ 2 റുപ്പീസ് പാക്കറ്റ് പൊട്ടിച്ചിടുന്നുണ്ട്. 2 പാക്കറ്റ് എടുത്തു. അതിനകത്തോട്ട് ചൂടുവെള്ളം ആഡ് ചെയ്തു. എന്നിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്കത് മാറ്റി വെക്കുക. തണുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. ഇനി സിമ്പിളാണ്, നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് പുഡിങ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് ബൗളാണ് എടുത്തിട്ടുള്ളത്. ഏത് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് 2 ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 2 ലിഡും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്യാനും ഈസി ആയിരിക്കും. ഇതാട്ടോ ഇതിൻ്റെ ലിഡ്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. ഇപ്പോൾ ബിസ്ക്കറ്റ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ്, ന്യൂട്രി ചോയ്സിൻ്റെ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ്. ഈ ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റ് ആട്ടോ പുഡിങ്ങിൽ ആഡ് ചെയ്യുമ്പം. അത് ഞാൻ നമ്മുടെ കോഫി മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് ലെയറായിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി സിമ്പിളാണ്, നമ്മൾ ചോക്ലേറ്റ് ലെയർ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. നെക്സ്റ്റ് ലെയർ വീണ്ടും ബിസ്ക്കറ്റ് വെക്കുന്നു, പിന്നെ ഈ ചോക്ലേറ്റിന് മിക്സ് ആഡ് ചെയ്യുന്നു, അങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ നെക്സ്റ്റ് ലെയറായിട്ട് കുറച്ച് ബനാനാസാണ് ആഡ് ചെയ്തത്. പക്ഷേ നല്ല ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ഇടയിൽ ബനാനാസ് കടിക്കാൻ കിട്ടും. ഏത് ഫ്രൂട്ട് വേണമെങ്കിലും വെക്കാം, സ്ട്രോബെറിയോ ബ്ലൂബെറിയോ റാസ്ബെറി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം. പിന്നെ നമ്മൾ വീണ്ടും ഇതേപോലെ ഈ ചോക്ലേറ്റിൻ്റെ മിക്സും വെച്ചു. പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂ ഞാൻ കല്ലിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിൽ ഇട്ട് പൊടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അതും കൂടെ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് നേരെ ഫ്രിഡ്ജിൽ കയറ്റാം. ഇനി അടുത്ത ലെയർ വീണ്ടും ഇതേപോലെ തന്നെ വേറെ ബൗളിൽ ഞാൻ മിൽക്ക് മിക്സാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇവിടെ ബിസ്ക്കറ്റ് എടുത്തിട്ടുള്ളത് നമ്മുടെ നോർമൽ ആരോ റൂട്ടില്ല, ആ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചു. പിന്നെ മിൽക്ക് മിക്സ് ആഡ് ചെയ്തു. വീണ്ടും ബിസ്ക്കറ്റ് വെച്ചു. വീണ്ടും നമ്മുടെ മിൽക്ക് മിക്സും കൂടെ ആഡ് ചെയ്തു. ഇതിനും ഞാൻ ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ട്. സെയിം നമ്മുടെ കാഷ്യൂവിൻ്റെ മിക്സാണ്. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് മിക്സ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഡബിൾ ലെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സെയിം നമ്മുടെ ബിസ്ക്കറ്റ് വെച്ചു, കോഫിയിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള. എന്നിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് മിൽക്ക് മിക്സ് തന്നെയാണ്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ബിസ്ക്കറ്റ്സ് വെച്ചു, കോഫിയിൽ ഡിപ്പ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റത്തെ ലെയറായിട്ട് ഞാൻ സെറ്റ് ചെയ്ത് നമ്മുടെ ചോക്ലേറ്റാണ്. 2 ലെയറായിട്ട് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് മറ്റേ നോർമൽ ബൗളിലും ഇതേപോലെ തന്നെ ചെയ്യാം. ഇത് ഞാൻ ബാക്കി വന്നുകൊണ്ട് ഇങ്ങനെ ട്രൈ ചെയ്തെന്നേ ഉള്ളൂ. അതിൻ്റെ കൂടെ ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് ലാസ്റ്റ് ലെയറായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് ആഡ് ചെയ്തപ്പം. അപ്പം ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഓപ്ഷണലാണ്. അത് ഫുള്ളായിട്ട് ആ ലെയർ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു ഭംഗിക്ക് നമ്മുടെ ആരോ റൂട്ടിൻ്റെ ഒരു ബിസ്ക്കറ്റും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതോടെ നമ്മുടെ പുഡിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി ഒന്നുമില്ല, ഈ 3 എണ്ണം കൂടെ ഞാൻ നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഓവർനൈറ്റാണ് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. ഇത് നെക്സ്റ്റ് ഡേ ഈവനിങ് ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്.
ടേസ്റ്റ് അടിപൊളിയാണ്. കളറൊന്നും ഇല്ല, വളരെ കളറൊക്കെ കുറവാണ് ഡയറി മിൽക്കാണ് ആഡ് ചെയ്തുകൊണ്ട്. ബട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ശരിക്ക്. ആ ബിസ്ക്കറ്റും അതുപോലെ ഇടയിൽ പഴം കഴിക്കാൻ കിട്ടുന്നതായിരുന്നു ഏറ്റവും ടേസ്റ്റി. നല്ല ഒരുപാട് മത്ത് പിടിപ്പിക്കുന്ന ടേസ്റ്റൊന്നുമില്ല, കാരണം ഞാൻ വളരെ കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഷുഗറിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് കഴിച്ചിട്ട് അങ്ങനെ മടുക്കുക അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്തത് നമ്മുടെ വൈറ്റ് പുഡിംഗ് ആണ്. നമ്മുടെ മിൽക്ക് മിക്സ് ഒഴിച്ചിട്ടുള്ള വൈറ്റ് പുഡിംഗ് അല്ലേ, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആരോറൂട്ട് ആണെങ്കിലും ഒരു ടേസ്റ്റിന് ഒരു കുറവും ഇല്ലായിരുന്നു. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും കഴിക്കുമായിരുന്നു, അതും സൂപ്പറായിരുന്നു. ഇതിൽ എല്ലാത്തിലും വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവമാണ്. കാരണം ഇത് നമ്മൾ 2 ലെയറായിട്ട് വെച്ചു, കൂടാതെ നമ്മുടെ കോക്കനട്ട്, ഡെസ്കേറ്റഡ് കോക്കനട്ടിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ വന്നപ്പം സൂപ്പർബായിരുന്നു. അപ്പം എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.